താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി. മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, അന്വേഷണത്തോട് സഹകരിക്കണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം ഹൈക്കോടതി വിധി വേദനാജനകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് പഠനത്തിന് അവസരമൊരുക്കിയ സർക്കാരിനോടും ഹൈക്കോടതി വിധിയോടും അമർഷമുണ്ട്. കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുന്ന സ്ഥലത്താണ് കൊലപാതക കേസിലെ പ്രതികൾക്ക് തുടർപഠന അവസരം നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം. ഇവർ ഇനിയും കുറ്റം ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ്? തൂക്കിക്കൊല്ലാൻ ഒന്നും അല്ല ഇക്ബാൽ പറഞ്ഞത്. ഇവർക്ക് പിന്നിൽ ആളുകളുണ്ട്. പരീക്ഷ എഴുതിച്ചു, ജുവനൈൽ ഹോമിൽ പഠിക്കട്ടെ, അവർ നല്ലവരായി പുറത്തു വരട്ടെ. ഒരു അച്ഛൻ്റെ രോദനമാണ് ഇതെല്ലാം. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ഞങ്ങളെ കാണാൻ പോലും തയ്യാറായില്ലെന്ന ആരോപണവും ഇക്ബാൽ ഉന്നയിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യം അറസ്റ്റിലായ കുറ്റാരോപിതർ ചിലർ 90 ദിവസത്തിലധികം, ചിലർ 100 ദിവസത്തിലധികവുമാണ് ജുവനൈൽ ഹോമിൽ കഴിയുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. കുറ്റാരോപിതർക്ക് ജാമ്യം അനുവദിക്കാതിരിക്കുന്നത് ബാലനീതി നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് തന്നെ എതിരാണെന്ന് വ്യക്തമാക്കിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഫെബ്രുവരി 27 നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മാർച്ച് 1 ഷഹബാസ് മരിക്കുന്നത്. വെഴുപ്പൂർ റോഡിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്ന 6 SSLC വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതർ. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നത്തിന് ഇടയാക്കുമെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ജാമ്യം അനുവദിക്കുന്നതിന് ഇത് കാരണമാകാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞു. 50,000 രൂപയുടെ ബോണ്ട്, അന്വേഷണവുമായി വിദ്യാർത്ഥികൾ സഹകരിക്കുമെന്ന മാതാപിതാക്കളുടെ സത്യവാങ്മൂലം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, ജാമ്യം വിട്ടുപോകരുത്, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കം ഉണ്ടാകാൻ അനുവദിക്കരുത് എന്നീ ഉപാധികളോടെയാണ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കോടതി ഇടപെടലിനെ തുടർന്ന് 6 വിദ്യാർത്ഥികൾക്കും +1 പ്രവേശനം നേടാൻ അവസരം ലഭിച്ചിരുന്നു. 3 പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റുള്ളവർ കോഴിക്കോട് നഗരത്തിലെ മറ്റു സ്കൂളുകളിലുമാണ് പ്രവേശനം നേടിയത്. പരീക്ഷ എഴുതിച്ചതിന് വിവാദങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ ശക്തമായിരുന്നു. എന്നിരുന്നാലും ആ അച്ഛൻ്റെ വേദന കാണാതെ പോകരുത്. എന്തുകൊണ്ടാകാം സർക്കാരിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ആ പിതാവിനെ തേടി ചെല്ലാഞ്ഞത്?